ശ്രീമാത്രേ നമ. മനസ്സിനെ ശാന്തിയിലേക്കും ആത്മാവിനെ പ്രകാശത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയിലേക്ക് സ്വാഗതം. ഓരോ വാക്കും ഓരോ ശ്വാസവും നമ്മെ എല്ലാവരെയും ദേവിയിലേക്ക് നയിക്കട്ടെ. ഇന്ന് ശ്രീ ലളിതാ പരമേശ്വരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദേവിയുടെ ഉത്പത്തിയെക്കുറിച്ച് കേൾക്കാം. മറ്റു പല ദേവിമാരെയും അവരുടെ ഉൽപ്പത്തിയെക്കുറിച്ചും അറിയാമെങ്കിലും ലളിതാ പരമേശ്വരിയെക്കുറിച്ച് അത്രയൊന്നും നമുക്കറിയില്ല. ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് ലളിത എന്നുള്ള നാമം പരിചിതമാണെങ്കിലും ആ ദേവി ആരാണെന്നതിനെക്കുറിച്ച് നമുക്ക് വലുതായി ഒന്നും അറിയില്ല. അതുകൊണ്ട് ദേവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം അറിയാത്ത ഒന്നിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അറിഞ്ഞ ഒരു വസ്തുവിനെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. തിരിച്ചറിവാണ് പരമമായ അറിവ്. ഭണ്ഡാസുരന്റെ നിഗ്രഹത്തിന് വേണ്ടി ഉദ്ഭവിച്ച ദേവിയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ബ്രഹ്മാണ്ഡ പുരാണാന്തർഗതമായിട്ടുള്ള ലളിതോപാഖ്യാനം എന്നതിൻ്റെ അവസാന 40 അധ്യായങ്ങളിലാണ് ഈ കഥ വിവരിക്കുന്നത്. ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ കഥ. അഗസ്ത്യ മഹർഷി വളരെയേറെ മഹത്വങ്ങളുള്ള ഒരു മഹർഷിയാണ്. അഗത്തെ പർവ്വതത്തെ സ്തംഭിപ്പിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന് അഗസ്ത്യൻ എന്ന പേരു കിട്ടിയത്. പെരുവിരലിനോളം മാത്രം പൊക്കമുള്ള സപ്തസാഗരങ്ങളെ ഒറ്റ വലിക്ക് കുടിച്ചു പറ്റിച്ച മഹാത്മാവായ ഈ അഗസ്ത്യ മഹർഷി ഒരിക്കൽ തീർത്ഥാടനത്തിനും ക്ഷേത്രാടനത്തിനും പോയി. ജനങ്ങളുമായുള്ള ഇടപഴകലിലൂടെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. ജനങ്ങൾ അജ്ഞാനം കൊണ്ട് ദുഃഖിക്കുന്നവരാണ്. അദ്ദേഹം കാഞ്ചീപുരത്ത് ഏകാമ്രം എന്ന ശിവക്ഷേത്രത്തിൽ ഏകാമ്രേശ്വരൻ എന്ന ശിവനെ ദർശനം നടത്തി പ്രാർത്ഥിച്ചു. ആമ്രം എന്നാൽ മാവെന്നാണ് അർത്ഥം. ആ ക്ഷേത്രത്തിൽ ഇപ്പോഴുമുണ്ട് ആ ഒറ്റമാവ്. അഗസ്ത്യ മഹർഷിയെ അലട്ടിക്കൊണ്ടിരുന്ന ചിന്ത ലോകരെ എങ്ങനെ അറിവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാം എന്നതായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുൻപിൽ സാക്ഷാൽ ഹയഗ്രീവമൂർത്തി പ്രത്യക്ഷപ്പെടുന്നു. എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അഗസ്ത്യർ ആവശ്യപ്പെടുന്നത് ലോകരെ അജ്ഞാനത്തിൽ നിന്ന് അറിവിൻ്റെ ലോകത്തേക്ക് എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനാകും എന്നതാണ്. എന്താണ് ഈ അജ്ഞാനം? ഞാൻ ഈശ്വരനല്ല എന്ന ചിന്ത. അഗസ്ത്യ മഹർഷിയുടെ ഈ ദുഃഖത്തിനുള്ള മറുപടിയായിട്ടാണ് ഹയഗ്രീവ മഹർഷി ശ്രീ ലളിതാ സഹസ്രനാമം ഉപദേശിക്കുന്നത്. ഹയഗ്രീവ മൂർത്തിയുടെ അംശാവതാരമാണ് ഹയഗ്രീവ മഹർഷി. ഹയഗ്രീവൻ എന്ന വാക്ക്